أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الذين كفروا لا تسمعوا لهذا القرآن والغوا فيه لعلكم تغلبون. فلنذيقن الذين كفروا عذابا شديدا ولنجزينهم أسوأ الذي كانوا يعملون. ذلك جزاء أعداء الله النار لهم فيها دار الخلد جزاء بما كانوا بآياتنا يجحدون. صدق الله العظيم. അല്ലാഹു തആല നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എന്ന് കേട്ട ആയത്തുകളെല്ലാം നല്ലൊരു ഭാഗം നാളെ മഹ്ശറിൽ അല്ലാഹു തആലാവിന്റെ അടിമകളുമായിട്ട് സംവദിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. നിഷേധികൾ, അള്ളാഹുവിനെ വിശ്വസിക്കാത്തവർ, അള്ളാഹുവിന്റെ തൗഹീദിനെ അംഗീകരിക്കാത്തവർ, ഏതെങ്കിലും തരത്തിൽ അള്ളാഹുവിനോട് എന്തെങ്കിലും അവരവർക്ക് ഇഷ്ടപ്പെടുന്നതിനെ പങ്കുചേർക്കുന്നവർ, അതുപോലെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് നിയമങ്ങൾക്ക് വിധേയരായി ജീവിക്കാതെ സ്വന്തം ഇഷ്ടാനുസരണം അവർക്ക് തോന്നിയ കാര്യങ്ങൾ പ്രവർത്തിച്ച് തോന്നിയതുപോലെ ജീവിച്ച ആളുകൾ, ഇങ്ങനത്തെ ആളുകളൊക്കെ നാളെ മഹ്ശറിൽ വന്ന് ഓരോന്ന് പറയുമ്പോൾ അതിനൊക്കെ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മറുപടിയും അവരോട് അല്ലാഹു തആല പറയുന്ന കാര്യങ്ങളുമുണ്ട്. അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു തആല എന്തൊക്കെയാണ് പറയുന്നത്? ഒരു കൂട്ടർ വന്ന നാളെ അല്ലാഹുവിനടുക്കൽ അവരുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളെയും അവർ നിഷേധിക്കും. ഞങ്ങൾ അങ്ങനെ ചെയ്തില്ല. മലക്കുകൾ രേഖപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുന്ന കിതാബുകൾ വായിച്ച് അവരുടെ പേരിൽ ഈ ചെയ്ത കുറ്റങ്ങൾ മുഴുവനും അവരോട് പറയുമ്പോൾ അവർ നിഷേധിക്കും, ഞങ്ങൾ അങ്ങനെ ചെയ്തില്ല. നിഷേധിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരടുത്ത് ഇല്ല, ഞങ്ങൾ അങ്ങനെ ചെയ്തതാണ് എന്ന് പറഞ്ഞ് അല്ലാഹു തർക്കിക്കാൻ നിൽക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു തആല അവരോട് പറയും, ഞാൻ തർക്കിക്കുന്നൊന്നുമില്ല, നിങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ശരി, നിങ്ങൾ ചെയ്തു എന്നുള്ളത് നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ തെളിയിച്ചാലോ? അല്ലാഹു തആല അവരോട് സാക്ഷി തരാം, വേറെ വെളിയിൽ നിന്ന് ആരെയും സാക്ഷി കൊണ്ടുവരില്ല, നിങ്ങളിൽ നിന്ന് തന്നെ സാക്ഷി തരാം, തെളിയിക്കാം, അല്ലാഹു അവരോട് പറയും. അപ്പൊ അവർ വിചാരിക്കും അല്ലാഹു തആല വല്ല നബിമാരെയോ മലക്കുകളെയോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളോ വല്ലതും ചെയ്തത് കണ്ടവരെയോ ഒക്കെ സാക്ഷിയായിട്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ മലക്കുകൾ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ കൊണ്ടുവരും എന്നൊക്കെ മനുഷ്യൻ വിചാരിക്കും. എന്നിട്ട് അവൻ പറയും, ഞാൻ അങ്ങനെ പുറത്തുനിന്ന് ഒരു സാക്ഷിയെയും സ്വീകരിക്കുകയില്ല എന്നത് അല്ലാഹുവിനോട് പറയും. പുറത്തുനിന്നുള്ള ഒരു സാക്ഷിയെയും ഞാൻ സ്വീകരിക്കില്ല. അപ്പൊ മലക്കുകൾ പറഞ്ഞാലും പറ്റില്ല, സാക്ഷി പറഞ്ഞാൽ പെരുമാറി പറഞ്ഞാൽ ഒക്കില്ല, അതൊന്നും സ്വീകരിക്കും. അല്ലാഹു പറയും, വേണ്ട, പുറത്തുനിന്ന് സാക്ഷി വേണ്ട, ഞാൻ അകത്തുനിന്ന് തന്നെ സാക്ഷി തരാൻ നിനക്ക്. അപ്പൊ അവര് അങ്ങനെ ഒരു സാക്ഷി എവിടെ നിന്ന് കിട്ടുമെന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയില്ല, കിട്ടുമെന്നൊരു പ്രതീക്ഷയുമില്ല. അങ്ങനെ ഒരു സാക്ഷിയെയും അവര് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അപ്പൊ അവർ പറയും, ശരി, അങ്ങനെ സാക്ഷി കൊണ്ടുവന്നാൽ സമ്മതിക്കാവുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സാക്ഷി കൊണ്ടുവരും. എന്താ? ഷഹിദ അലൈഹിം സമറുഹും വഅബ്സാറുഹും വജുലൂദുഹും. അല്ലാഹു പറയുന്നു, സാക്ഷി പറയും. ശരി, സാക്ഷി പറയും. കണ്ണ് സാക്ഷി പറയും. ശരീരത്തിന്റെ ബാക്കി അവയവങ്ങളെല്ലാം സാക്ഷി പറയും. കണ്ണു പറയും, ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന ദിവസം ഇന്ന വസ്തുവിനെ നീ അനുവദിക്കാത്തതിനെ കണ്ടു, അത് കാണാൻ വേണ്ടി ഈ കണ്ണിനെ ഇയാൾ ഉപയോഗിച്ചതാണെന്ന് പറയും. ചെവി പറയും, കേൾക്കണ്ടാത്ത ഹറാമായ നീ വിലക്കിയ കാര്യം ഇയാള് എന്റെ ഈ ചെവി കൊണ്ട് എന്നെ കൊണ്ട് ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന ദിവസം ഇന്ന സമയത്ത് കേട്ടതാണ്. മലക്കുകൾ കിതാബിൽ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഇത് മനുഷ്യൻ പ്രതീക്ഷിക്കില്ല. ഇങ്ങനെ ഒരു സാക്ഷിയെ മനുഷ്യൻ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. അല്ലാഹു തആല ഇവരെ കൊണ്ട് സാക്ഷി പറയും. കൈ പറയും, കൈ ചെയ്തത് മുഴുവൻ. കാല് പറയും, കാല് ചെയ്തത് മുഴുവൻ. ഇങ്ങനെ ഓരോരോ അവയവങ്ങളും ആ അവയവങ്ങൾ ചെയ്ത പാവങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിൽ ചെയ്തതാണെന്ന് സാക്ഷി പറയും. ഇയാള് എന്നെ ഉപയോഗിച്ച് ചെയ്തതാണ്. അല്ലയോ എന്നിപ്പോ ഒരുപാട് നിർത്തിയിട്ടില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അവയവങ്ങളൊക്കെ സംസാരിച്ചതിന് സാക്ഷി പറഞ്ഞ്
ഇവർക്ക് സമ്മതിക്കാൻ നിവൃത്തിയില്ലാതെ അവർ പറഞ്ഞ സാക്ഷി തന്നെയാണല്ലോ കൊടുത്തത്. അവരെന്ന് പറയുമ്പോൾ വേറൊന്നും വിചാരിക്കരുത്. നമ്മൾ വിചാരിക്കും ആരുടെയോ സംഭവങ്ങൾ, ഏതോ ആദ്യ സമൂഹക്കാരുടെ കഥയായിരിക്കും പറയുന്നത്, വല്ല ബനി ഇസ്രായേലിന്റെയോ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കൗമിന്റെയോ ഒക്കെ കഥയായിരിക്കും. അല്ല, നമ്മുടെ കഥയാണ് പറയുന്നത്. നമ്മൾക്കുണ്ടാകുന്ന അനുഭവമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ പറയും, സ്വീകരിക്കില്ല പുറത്തുള്ള ഒരു സാക്ഷിയെ. ഈ എഴുതി വെച്ചേക്കുന്നതൊക്കെ നിന്റെ മലക്കുകൾ എന്റെ പേരിൽ വെറുതെ എഴുതി വെച്ചിരിക്കുന്ന അപരാധങ്ങളാണ്, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടില്ലാത്തതാണ്, വെറുതെ എന്റെ പേരിൽ കെട്ടിച്ചമച്ച കുറ്റങ്ങളാണെന്നൊക്കെ. ഇപ്പൊ അങ്ങനെയാണല്ലോ വക്കീലിനെ വെച്ച് വാദിക്കുന്നത്. കോടതിയിലൊക്കെ പോയാൽ കുത്തി കൊന്നിട്ട് പോണമെന്ന് പറയും, ചെയ്തിട്ടില്ല. വക്കീൽ അങ്ങനെയല്ലേ വാദിക്കുന്നത്. ഇയാൾ ചെയ്തതല്ല, ഞാൻ ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല എന്ന് പറയും. ഈ കള്ളം പറയുന്ന സാക്ഷി പറയുന്നത് മുഴുവനും നാം അവിടെ വെച്ച് പറയും, ഞാൻ ഇങ്ങനെ ഒരുപാട് കള്ളം പറഞ്ഞതാണ്, എന്നെ കൊണ്ട് പറയിച്ചതാണ് ഇയാളവിടെ പറഞ്ഞത്. നമ്മുടെ ഓരോരുത്തരുടെയും കാര്യമാണ് ഈ പറയുന്നത്. നമുക്കുണ്ടാകുന്ന അനുഭവം, നമ്മളുടെ അവയവങ്ങൾ നമുക്കെതിരെ സാക്ഷി പറയും. ഒഴിവാകാൻ നിവൃത്തിയില്ലാതെ വരുമ്പോ അല്ലാഹു തആല പറയുന്നു, നമ്മളുടെ അവയവങ്ങളുടെ നേരെ തിരിയും. നമ്മൾ തന്നെ കണ്ണിനോട്, മൂക്കിനോട്, ചെവിയോട്, കയ്യോട്, കാലോടൊക്കെ ചോദിക്കും, ഇത്ര അക്രമം ചെയ്തത് നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ലേ ഞാൻ ഇത്രയും കള്ളം പറഞ്ഞതിലൂടെ. നരകത്തെ കൊണ്ടുപോയിട്ട് നിന്നെ ഇട്ട് കരിക്കും, നരകത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. അതിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താനാണ് ഞാൻ കള്ളം പറഞ്ഞത്. അപ്പൊ നീ തന്നെ എന്റെ പേരിൽ എതിർ സാക്ഷി പറഞ്ഞ് കേട്ടെടുത്തോ, നീ അനുഭവിക്കേണ്ടി വരും. നീ എന്ന് പറഞ്ഞ ശരീരത്തിനെ എവിടെ അനുഭവിക്കാനാ? നരകത്തിന്റെ ശിക്ഷ വരും കൈക്കും കാലിനും മാത്രമല്ല, മൂന്നിനും കൂടെ ചേർക്കാം, രണ്ടിനും കൂടെയാണ്. എല്ലാം അനുഭവിക്കേണ്ടി വരും. ഈ പറയുന്ന നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. നമ്മുടെ അവയവങ്ങൾ നമ്മളോട് അവിടെ വെച്ച് മറുപടി പറയും, ഞങ്ങൾ വെറുതെ അങ്ങോട്ട് സാക്ഷി പറഞ്ഞതൊന്നുമല്ല. ജീവിച്ചിരുന്ന സമയത്ത് നാവ് മാത്രമേ സംസാരിക്കുകയുള്ളായിരുന്നു, അതിന് മാത്രമേ അള്ളാഹു കഴിവ് തന്നുള്ളായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും സംസാരിക്കാൻ അള്ളാഹ് കഴിവ് തന്നു. കണ്ണും പറയും, മൂക്കും പറയും, ചെവിയും പറയും, കാലും പറയും, കൈയും പറയും. നമ്മളുടെ ഈ അവയവങ്ങൾ നമ്മളോട് പറയും, ഇപ്പൊ സംസാരിക്കാൻ അന്ന് നാവിന് മാത്രം കഴിവ് തന്നിരുന്ന അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കഴിവ് തന്നു, അതുകൊണ്ട് പറഞ്ഞത് നമുക്ക് രക്ഷയില്ല. സമ്മതിച്ചേ പറ്റുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഇപ്പൊ പറഞ്ഞു തരികയാണ്, ഇത് മഹ്ശറയിൽ നടക്കാൻ പോകുന്ന സംഭവം. മഹ്ശറയിൽ നടക്കാൻ പോകുന്ന ഈ സംഭവം അല്ലാഹു തആല നമ്മൾക്ക് ഇപ്പൊ പറഞ്ഞു തരികയാണ്. സൂക്ഷിക്കുക. എന്നിട്ട് അല്ലാഹു പറയുന്നു, വമാ കുൻതും തസ്തബിറൂന അൻ യശ്ഹദ അലൈക്കും സമഉകും വലാ അബ്സാറുകും വലാ ജുലൂദുകും വലാകിൻ മനന്തും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ. അല്ലാഹു പറയുകയാണ്, നിങ്ങളുടെ ഈ അവയവങ്ങൾ, ചെവിയും കണ്ണും മറ്റവയവങ്ങളുമെല്ലാം നിങ്ങൾക്കെതിരെ സാക്ഷി പറയുമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നില്ലല്ലോ. നമ്മളോട് പറയുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെ വിചാരിച്ചിരുന്നോ? ഇവിടെ വെച്ച് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ ഓരോന്നും ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കൈകൊണ്ട് ചെയ്യുമ്പോ എന്റെ കൈ നാളെ ഇത് പറയും എനിക്കെതിരിൽ. കണ്ണുകൊണ്ട് തെറ്റായ കാര്യം കാണുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കണ്ണ് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ എന്നെ കുറിച്ച് എനിക്കെതിരിൽ പറയുമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? അല്ലാഹു ഇപ്പൊ പറഞ്ഞു വരുന്നു നമുക്കത്, നിങ്ങൾ ഇതിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കുന്നില്ല. നമ്മുടെ അവസ്ഥ അല്ലാഹു തആല ഇപ്പൊ നമ്മളോട് പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. നിങ്ങളൊക്കെ എന്ത് വിചാരിച്ചെന്നറിയാമോ? അള്ളാഹ്ക്കൊന്നും അറിഞ്ഞുകൂടാ നമ്മൾ ചെയ്യണമെന്നും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അള്ളാഹു അറിയുകയില്ല എന്നല്ല നിങ്ങൾ വിചാരിച്ചിരുന്നത്. അങ്ങനെ വിചാരിച്ചല്ലേ ചെയ്തത്. നമ്മളൊക്കെ പാപം ചെയ്യുമ്പോൾ എന്താ വിചാരിക്കുന്നത്? അള്ളാഹു തആല കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, അള്ളാഹു നമ്മുടെ മുമ്പിലുണ്ട്, ഞാൻ അള്ളാഹുവിന്റെ മുമ്പിലാണ് ചെയ്യുന്നത്. നമ്മൾ ചിന്തിക്കാറുണ്ട്? ഒരിക്കലും ചിന്തിക്കില്ല. അങ്ങനെ ചിന്തിച്ചാൽ പാപം ചെയ്യാൻ പറ്റൂല. അള്ളാഹു തആല പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഒരു കാര്യവും അള്ളാഹു അറിയുകയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചല്ലേ ചെയ്തത്. അതല്ലായിരുന്നോ നിങ്ങളുടെ ധാരണയിൽ പാപം ചെയ്യുമ്പോൾ? എന്നിട്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെയല്ലേ വിചാരിച്ചിരുന്നത്? അങ്ങനെയാണോ വിചാരിക്കേണ്ടത്? നിങ്ങളെ പഠിച്ച് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്ത് നിങ്ങളെ ഇതുവരെ ആക്കി
നിങ്ങളെ സംരക്ഷിച്ച്, നിങ്ങളെ പരിപാലിച്ച്, നിങ്ങളെ ഈ നിലയിൽ വളർത്തിക്കൊണ്ട്, നിങ്ങളുടെ ഓരോ ചലനങ്ങളും അറിഞ്ഞ്, നിങ്ങളുടെ ഓരോ അടക്കവും മടക്കവും ശരിയായ നിലയിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെയല്ലേ വിചാരിച്ചത്? എന്തൊരു ധാരണയാണ് നിങ്ങൾ അർദ്ധാക്കും നശിച്ചുകൊണ്ട് നീ അതാണ് ഇങ്ങനത്തെ ധാരണയും വെച്ച് പുലർത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ധാരണ നിങ്ങളെ ഇങ്ങനെ നശിപ്പിച്ചു കളഞ്ഞല്ലോ. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ പരാജിതരുടെ കൂട്ടത്തിൽ പെട്ടുപോയത് എന്ന് അല്ലാഹു തആല നമുക്ക് ഇന്ന് പറഞ്ഞു തരികയാണ്. ഈ അല്ലാഹുവിന്റെ ഈ ആയാത്തുകളൊന്ന് ചിന്തിച്ചാൽ തന്നെ മനുഷ്യൻ എവിടെയെത്തി? മനുഷ്യൻ എന്തെങ്കിലും പാപം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് മഹാന്മാരായ ആളുകളൊക്കെ പറഞ്ഞത്, പാപം ചെയ്യാൻ, എന്തെങ്കിലും പാപം ചെയ്യാൻ തോന്നുമ്പോ പാപം ചെയ്യണം, പക്ഷെ നിന്റെ ഉടമസ്ഥനായ അള്ളാഹു കാണാത്തടുത്ത് വെച്ച് നീ ചെയ്യുന്നു. അള്ളാഹുവിന്റെ കണ്ണിൽ നിന്ന് മാറ്റി നീ ചെയ്യുന്നു. എവിടെ പോയി ചെയ്യും? അള്ളാഹു കാണാത്ത സ്ഥലത്ത് എവിടെ പോയാണ് പാപം ചെയ്യുന്നത്? മഹാന്മാരായ ആളുകൾ അങ്ങനെയാ പറയുന്നത്. പാപം ചെയ്യാൻ വിചാരിക്കുമ്പോൾ ചെയ്തോ കുഴപ്പമില്ല, പക്ഷെ അള്ളാഹ് കാണുന്നു. അള്ളാഹ് കാണുന്ന സ്ഥലത്ത് വെച്ച് ചെയ്യുന്നത് ആർക്ക് സാധിക്കുന്നത്? പാപം ചെയ്യാൻ സാധിക്കില്ല. ഈ വിധം അല്ലാഹു തആല നമ്മൾക്ക് ഇപ്പോഴേ പറഞ്ഞു തരികയാണ്, നാളെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ആ സംഭവിക്കുന്ന കാര്യം അള്ളാഹു അങ്ങനെ തന്നെ നമുക്ക് വിവരിച്ചെന്നല്ല, അത് ശരിക്കും അഭിനയിച്ച് കാണിച്ചു വരികയാണല്ലോ. വെറും വാർത്ത മാത്രമല്ല, വിവരം മാത്രമല്ല, അള്ളാഹുവിന്റെ വിവരണം അഭിനയം പോലെയാണ്. നടക്കുന്ന കാര്യം അങ്ങനെ തന്നെ അഭിനയിച്ച് കാണിക്കും. എന്നിട്ട് നമ്മളോട് പറയുന്നു, വരാനിരിക്കുന്ന അവസ്ഥ ഇതാണ്, അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ വിചാരിച്ച് നശിച്ചു പോയല്ലോ, പോകല്ലേ എന്ന് അല്ലാഹു തആല നമ്മളോട്. ഇതിനപ്പുറം അല്ലാഹു തആല നമ്മളോട് എന്ത് കരുണയാ ചെയ്യുന്നത്? നാളെ നമുക്ക് വരാനിരിക്കുന്ന ഈ അവസ്ഥകളെ ഈ നിലയിൽ നമ്മൾക്ക് വിവരിച്ചു തന്ന് നമ്മളോട് പാപം ചെയ്യല്ലേ എന്ന് അല്ലാഹു തആല കൽപ്പിക്കുന്നു, ഉപദേശിക്കുന്നു. ഇതിനപ്പുറം ഏത് തരത്തിൽ ഉപദേശിക്കാൻ പറ്റും? അല്ലാഹുവിന്റെ കരുണ എത്ര വലുതാണ്! ഈ സംഭവം അല്ലാഹു തആല പറഞ്ഞു തന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾക്ക് ആഖിറത്തിൽ ജീവിക്കേണ്ടതാണ്, ദുനിയാവിലെ ജീവിതം തീർന്നു പോകും. ഇവിടെ ഉള്ളതൊന്നും വലിയ കാര്യമൊന്നുമല്ല. നിന്റെ വിചാരം ഇവിടെ എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് ഇവിടെ അങ്ങ് ജീവിച്ച് സുഖിച്ച് കഴിഞ്ഞുകൂടാൻ, നിന്റെ ആയുസ് അങ്ങനെ പൂർത്തിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടണമെന്നാണ് നിന്റെ വിചാരമെങ്കിൽ തരാം, കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ നീ വിചാരിക്കുന്നത് പോലെ ഒന്നും തന്നോളണമെന്നൊന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. മറിച്ച് ഇവിടെ എന്തുമാകട്ടെ, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സാരമില്ല. ഇത് തീർന്നു പോകുന്നതാണല്ലോ. നമ്മൾ എത്ര വിഷമിച്ചാലും, എത്ര പ്രയാസപ്പെട്ടാലും, എത്ര കടുത്ത രോഗിയായാലും, എത്ര കടുത്ത ദാരിദ്ര്യത്തിൽ കഴിഞ്ഞാലും ഏതുവരെയാ? മരിക്കുന്നവരേ ഉള്ളൂ. മരണത്തോടു കൂടി ഇതെല്ലാം തീർന്നു, ഇതിനപ്പുറത്തേക്ക് അനുഭവിക്കേണ്ട. അതെത്ര കുറഞ്ഞ കാലത്തേക്ക്, നമ്മുടെ ജീവിതത്തിന്റെ കുറഞ്ഞ ആയുസ്സിൽ മാത്രമാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരിക. അത് കഴിഞ്ഞാൽ തീർന്നു, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് നിനക്ക് അതാ വേണ്ടതെങ്കിൽ തരാം. പക്ഷേ ആ ചിന്തയല്ല നിന്റെ അടുത്ത് ഉണ്ടാകേണ്ടത്. നീ ചിന്തിക്കുന്നത് ആഖിറത്തെ കുറിച്ചും അവിടെ നിനക്ക് സമ്പാദിക്കണം. കാരണം ദീർഘമായ ജീവിതം, അന്തമില്ലാത്ത ജീവിതം, അളവ് പറയാൻ സാധിക്കാത്ത ജീവിതം, അത്ര കാലാകാലത്തെ അനശ്വരമായ ജീവിതം. ആ ജീവിതത്തിലേക്ക് സമ്പാദിക്കാനാണ് നീ ഇവിടെ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അത്രയും വലിയ ദീർഘമായ കാലത്തെ ജീവിതത്തിന് വേണ്ടി സമ്പാദിച്ചങ്ങ് കൂട്ടാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല. നീ അത്രയും ചെയ്യാൻ പറ്റൂല. പിന്നെ നീ ഒന്ന് പതുക്കെ ഒന്ന് തള്ളിയാ മതി, ഒന്ന് ചെറുതായിട്ടൊന്ന് അനയ്ക്കാ മതി, ബാക്കി ഞാൻ ചെയ്തോളാം. നീ ഒന്ന് വെറുതെ ഒരു വിത്തിട്ട് നടാനൊന്ന് തയ്യാറായാ മതി. അതിനെ വളർത്തി വലുതാക്കി പടർന്ന് പന്തലിച്ച് വലിയ വടവൃക്ഷമായിട്ട് ആക്കാൻ ഞാൻ ചെയ്തോളാം. നീ ഒരു വിത്തിട്ടാ മതി. ദുനിയാവിൽ അല്ലാഹു തആല അതിന്റെ സാമ്പിളാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. കൃഷിക്കാരെന്താ ചെയ്യുന്നത്? നമ്മൾ നടന്ന് എന്താ ചെയ്യുന്നത്? ഒരു വാഴ വെക്കണം. നമ്മൾ എന്ത് ചെയ്യും? കടയിൽ പോയി ഒരു വാഴ വിത്ത്, വാഴക്കന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് മണ്ണ് വാങ്ങി കുഴിച്ചു വെക്കും. എന്താ കുഴിച്ചു വെക്കുന്നത്? വിലയെല്ലാം
വെട്ടിയതിന് ശേഷം അതിന്റെ ചുവട്ടിൽ നിന്ന് പറിച്ച് വെട്ടി കളഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഇത്രയുള്ള വാഴ നിന്നാണ് കൊണ്ടുവന്ന് നട്ടു വെക്കുന്നത് മണ്ണിനകത്ത്. എന്നിട്ട് പിന്നെ നമ്മൾ ദിവസവും പോയി അതിനെ വാങ്ങി അതിനകത്ത് വേര് പിടിപ്പിച്ച് അതിനെ വളർത്തി അതിനകത്ത് തൊലിയും ഉള്ളിലുള്ള കഴവും കാമ്പും എല്ലാം വെച്ച് പിടിപ്പിച്ച് നമ്മൾ ഉരുട്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണോ ദിവസവും? വളർന്ന് പൊങ്ങിക്കഴിയുമ്പോൾ അതിന്റെ അകത്ത് നാരായണ ഇല നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണോ? അല്ലെങ്കിൽ നമ്മളാണോ വളർത്തുന്നത്? നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതിനകത്ത്? അതിന്റെ ഇലയോ അല്ലെങ്കിൽ അത് വളർന്നു വരുമ്പോൾ അതിന്റെ കണ്ടോ തടിയോ എന്തെങ്കിലും നമ്മൾ അതിനെ വലുതാക്കുന്നുണ്ടോ? അതിനെ വണ്ണം കൂട്ടുന്നുണ്ടോ? അതിന് പൊതിഞ്ഞു വയ്ക്കാൻ വേണ്ടി പൊതി നമ്മൾ വെക്കുന്നുണ്ടോ? ഒന്നുമില്ലാതെ അതിന്റെ ഇലകൾ വളർന്നു വരുമ്പോൾ നീളത്തിൽ ഇത്രയുള്ള ഇലയായിരിക്കും ആദ്യം വരുന്നത്. അത് വാഴ ഇല എത്രയാവും? 2 മീറ്റർ 3 മീറ്റർ നീളത്തിലാവും. നമ്മൾ പിടിച്ച് വച്ച് നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദിവസം പോയി വാഴ പറിക്കുമ്പോൾ നമ്മൾ പോയി കാത്തു നിൽക്കുകയാണോ? കാത്തു നിന്നിട്ട് അതിനകത്ത് ഉണ്ടാകുന്ന കായകളെ നമ്മൾ പിടിച്ച് വലിച്ച് നീട്ടി അതെല്ലാം എന്തെങ്കിലുമൊക്കെ തേച്ച് വെച്ച് അതിനെ പിടിപ്പിച്ച് അതിന് നീട്ടി കൊടുത്ത് വണ്ണം വെപ്പിച്ചു കൊണ്ടിരുന്നാണോ മക്കളെ വളർത്തുന്ന മാതിരി? ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ കൊണ്ടേക്ക് നട്ടുവെക്കുന്നത് മാത്രമേ. പിന്നെ ചിലപ്പോ നമ്മൾ തിരിഞ്ഞു നോക്കുന്നത് കുറച്ച് നിൽക്കുമ്പോൾ കൊല വെട്ടാൻ നേരത്തെ അപ്പോഴാണ് അതിനോട് നോക്കുന്നത് വെച്ചിട്ടങ്ങ് പോകും. അതുപോലെ കൃഷിയെല്ലാം നെല്ല് കൃഷി ചെയ്യണം. എന്ത് ചെയ്യും നെല്ല് കൃഷി ചെയ്യാൻ? നമ്മുടെ കയ്യിലിരിക്കുന്ന പത്താഴത്തിലിരിക്കുന്ന കുറച്ച് നെല്ല് നനച്ചു കൊണ്ടുപോയി വയലിന് ആ അടുപ്പിലെ ചെളിയിൽ കൊണ്ടുപോയി വിതറിയിട്ട് നമ്മൾ പോകും. നമുക്ക് ചവിട്ടാൻ മടിയുള്ള ചെളിയിലാണ് കൊണ്ടുപോയി വിതറിയിട്ട് പോകുന്നത്. എന്നിട്ട് പിന്നെ കതിരായി കൊയ്യാൻ നേരത്താണ് നമ്മൾ പോയി പോകുന്നത്. അത് വളർന്നു വന്നു. അതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് പണിയാ ചെയ്യുന്നത്? ഈ കതിരിന്റെ അകത്ത് അതിന്റെ ധാന്യങ്ങൾ നമ്മൾ പിടിപ്പിക്കുന്നുണ്ടോ? അതിന്റെ പാല് നമ്മൾ ഉറപ്പിക്കുന്നുണ്ടോ? അതിനെ വളർത്തുന്നുണ്ടോ? എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ? കോട്ടെ ഈ ചെളിക്കകത്ത് കൊണ്ടുപോയി ഇട്ടേച്ച് പോയ സാധനം വളർന്ന് വരാൻ വേണ്ടി വരുമ്പോ വലിയ തടിയായിട്ട് വലിയ കമ്മായിട്ടാണ് വരുന്നത്. മണ്ണ് തുളച്ചു കയറി വരാൻ തൊട്ട ഒന്ന് മര്യാദയ്ക്ക് ഊതിയാ മതി. ശക്തിക്ക് ഊതിയാ നശിച്ചു പോകുന്ന തരത്തിലുള്ള ചെറിയ മുളയായിട്ടാണ് മുളച്ചു വരുന്നത്. അത് ഈ മണ്ണിനെ തുളച്ചെങ്ങനെ കയറി നടാൻ വേണ്ടി നമ്മൾ മണ്ണ് തൂമ്പാക്കി കിളച്ചതാണ്, കിളച്ചാ പൊട്ടിച്ചത്. പക്ഷെ തിരിച്ചത് മുളച്ചു വരുമ്പോ ആരാ കിളച്ചു കൊടുക്കുന്നത്? ആരാണ് വിടവുണ്ടാക്കി കൊടുക്കുന്നത് പുറത്തേക്ക് വരാൻ? അത് മണ്ണിലെങ്ങാനും ശക്തിയായ നിലയിൽ ആ മണ്ണൊന്ന് ചേർന്നാൽ അരഞ്ഞു ഇത്രയേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നീ ഒരു ജോലിയും ചെയ്യാതെ അല്ലേ ചെയ്യുന്നത്? ഫലയൻദുരിൽ ഇൻസാനു ഇലാ തആമിഹി അന്നാ സബബനൽ മാഅ സബ്ബ ثم شققنا الارض شقا فانبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا مطرحا لكم ولأنعامكم. അല്ലാഹു തആല ഈ കാര്യങ്ങൾ മുഴുവനും ചെയ്തു തരുന്നതിനെ കുറിച്ച് നമ്മളോട് പറയുന്നു. നീ കൊണ്ടുപോയി വിത്തെറിഞ്ഞിട്ട് പോയതല്ലേ ഉള്ളൂ, കൊണ്ടുപോയി കുരുവിട്ട് നട്ടിട്ട് പോയതല്ലേ ഉള്ളൂ. ബാക്കി എന്തെങ്കിലും നീ ചെയ്തോ? ഞാൻ നിനക്ക് തന്നില്ല. ഞാൻ നീ ഇത് കാണുന്നതല്ലേ. പിന്നെ എന്താ നീ ആഖിറത്തിന്റെ കാര്യത്തിൽ എന്നെ കുറിച്ച് വിശ്വസിക്കാത്തത്? അതുകൊണ്ട് നീ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തയ്യാറാകുക. ആഖിറത്തിൽ സമ്പാദിക്കാൻ വേണ്ടി നീ സമ്പാദിക്കുന്നത് ചെറുതാണ്, നിനക്കത് ചെയ്യാൻ പറ്റൂ. പക്ഷെ കാലാകാല ജീവിതത്തിലേക്ക് വേണ്ടി ഞാൻ നിനക്കത് വർദ്ധിപ്പിച്ചു തന്നോളാം. ആഖിറത്തിലെ സമ്പാദ്യമാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ ഞാനത് കൂട്ടിത്തരാൻ ചെയ്താൽ മതി. ഈ ദുനിയാവിലേക്ക് കാണിക്കുന്നത് പോലെ ആഖിറത്തിലേക്ക് വേണ്ടി ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനുഷ്യൻ ഇവിടെ സമ്പാദിച്ച് അവന്റെ സമ്പാദ്യത്തിൽ നിന്നും എന്തെങ്കിലും ഒരു ചെറിയ തുക, ചെറുത്, അവനക്ക് തന്നെ ചെറുതായിട്ട് തോന്നുന്നു, അങ്ങനത്തെ ചെറുത് എന്തെങ്കിലും നീ ഒന്ന് സദഖ ചെയ്യ്. നിന്റെ ഹലാലായ നല്ല സമ്പാദ്യത്തിൽ നിന്നും നീ ഒരു അല്പം സദഖ ചെയ്യ്. അങ്ങനെ ഒരുത്തം ചെയ്താൽ അല്ലാഹു തആല ആ സാധനത്തെ അല്ലാഹുവിന്റെ വലങ്കയിൽ ഏറ്റെടുക്കും, വാങ്ങും. നമ്മൾ കൊടുക്കുന്നത് ആർക്കാ? ഏതെങ്കിലും സാധുവിന് എവിടെയെങ്കിലും വന്നവരു യാചകൻ നമ്മുടെ മുമ്പിൽ വന്നു, ഒരാവശ്യം പറഞ്ഞു വന്നു. 10,000 രൂപയാണ് അയാൾക്ക് ആവശ്യമുള്ളത്. പക്ഷെ നമ്മൾ കൊടുത്തത് 1 രൂപയാണ്. അതേ ഉണ്ടായിരുന്നുള്ളൂ. ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് നമ്മുടെ കയ്യിൽ 1 രൂപ ഉണ്ടായിരുന്നത് കൊടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നല്ലാഹ യതഖബ്ബലു ബിയദീനിഹി, അല്ലാഹു തആല അവന്റെ വലത് കൈയിൽ സ്വീകരിക്കുന്നു. ഈ സാധുവിന്റെ കയ്യിലേക്കാണ് നമ്മൾ കൊടുത്തത്. പക്ഷെ ഈ സാധുവിന്റെ കൈ, അതിന്റെ മുകളിൽ അല്ലാഹുവിന്റെ കൈ, അല്ലാഹുവിന്റെ കയ്യിലാണ് അത് ഏറ്റുവാങ്ങുന്നത്.
കൊടുക്കുന്നത് സാധുവിന്റെ കയ്യിലേക്ക് വെക്കുന്നു, അള്ളാഹുവിന്റെ വലതു കൈയിലേക്ക് വാങ്ങുന്നു എന്നൊക്കെ. എന്നിട്ട് അത് ഏറ്റവും വാങ്ങിച്ചിട്ട് ചുരുട്ടി വെച്ച് കൊണ്ടുപോയി എവിടെയെങ്കിലും അള്ളാഹു തആല വെച്ചേക്കില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കുതിരയുണ്ട്, കുതിര അതിനെ നിങ്ങൾ വളർത്തി, അത് ഗർഭിണിയായി കുതിര പ്രസവിക്കാൻ വേണ്ടി നിങ്ങൾ കാത്തു നിന്നു. അങ്ങനെ കാത്തു നിന്ന് ആ കുതിര പ്രസവിച്ചതിന്റെ കുട്ടിയെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ആ കുട്ടിയെ നിങ്ങൾ എത്ര താലോലിച്ച് സൂക്ഷിച്ച് അതിനെ നല്ല നിലയിൽ എല്ലാ സൗകര്യങ്ങളും അതിന് കൊടുത്ത് അതിന് യാതൊരു ബുദ്ധിമുട്ടും വരാത്ത തരത്തിൽ എല്ലാ കാവലും സംരക്ഷണവും ഏർപ്പെടുത്തി നിങ്ങൾ അതിനെ വളർത്തിക്കൊണ്ടുവരികയില്ലേ? ഓരോ ദിവസവും എന്നല്ല, കാലത്തും വൈകിട്ടും എന്നല്ല, ഓരോ സമയവും നിങ്ങൾ അതിന്റെ കൈയും കാലും അതിന്റെ വളർച്ചയും അതിന്റെ രോമങ്ങളും എല്ലാം വളരുന്നത് നിങ്ങൾ നോക്കി 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 വളർത്തിക്കൊണ്ടുവരികയില്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ ആ കുതിരക്കുട്ടിയെ വളർത്തുന്നത് പോലെ ഒരു ആടോ പോത്തോ നമ്മുടെ വീട്ടിൽ എരുമയോ പ്രസവിച്ചു, അല്ലെങ്കിൽ ഒരു പശു പ്രസവിച്ചാൽ ആ പശുക്കുട്ടിയെ എങ്ങനെയാ നമ്മൾ നോക്കി വളർത്തുന്നത്? അതെങ്ങോട്ടെങ്കിലും ഓടിയാൽ അതിന്റെ കാലുവല്ല എടുത്ത് മുട്ടിയോ തട്ടിയോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നോ ചാടി ഓടുമ്പോ നമ്മൾ അതിന്റെ പുറകെ നടക്കും. ആടിന്റെ കുഞ്ഞാണെങ്കിൽ എവിടെയെങ്കിലും ഓടുന്നത് കണ്ടാൽ അതിന്റെ കാല് വേദനിക്കുമ്പോൾ നമ്മൾ അതിനെ എടുത്തോണ്ട് വരും, തള്ളയും പിടിച്ചോണ്ട് വരും, കുഞ്ഞിനെ എടുത്ത് ചേർത്ത് വെച്ചോണ്ട് വരും. ചിലപ്പോ സ്വന്തം മക്കളെ പോലും അത്രയും സ്നേഹത്തിൽ ചേർത്ത് നെഞ്ചോട് ചേർത്ത് വെക്കാറില്ല. പക്ഷെ ആട്ടുകുഞ്ഞാണെങ്കിൽ അതിനെ എടുത്ത് ചേർത്ത് വെച്ച് കൊണ്ടുപോയി. അപ്പൊ ഇതിനെ വളർത്തുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു രൂപയെ വളർത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, അത് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു വളർത്തും. അതിനെ വലുതാക്കി 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 ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരും. നിങ്ങൾ മഹ്ശറയിൽ വരുമ്പോൾ നിങ്ങൾക്ക് അല്ലാഹു തആല ഇത് കാണിച്ചു വരും തിരിച്ച്, നീ ആ സാധുവിന് കൊടുത്ത ഒരു രൂപയാണിരുന്നത്. മനുഷ്യനക്ക് സമ്മതിക്കാൻ പറ്റൂല. കാരണം ഉഹദ് മലയോളം വലിപ്പം, 6-7 കിലോമീറ്റർ ഇങ്ങനെ നീണ്ടറിയ വിശാലമായിട്ട് വീതിയും നീളവുമായിട്ട് കിടക്കുന്ന വളരെ ഉയരത്തിൽ പൊങ്ങി നിൽക്കുന്ന ആ ഉഹദ് മല പോലെയാകും ഈ ഒരു രൂപ. എന്നിട്ട് അല്ലാഹു തആല അവനക്ക് കൊടുക്കുക, നീ കൊടുത്ത ഒരു രൂപ എടുത്ത് ഞാൻ വളർത്തി വെച്ചിരുന്നതായിട്ടുണ്ട്, ഇതിനെ വലുതാക്കിയതാണ്. ആഖിറത്തിലേക്കുള്ള സമ്പാദ്യമാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഞാനത് വളർത്തും. റമദാൻ മാസത്തിൽ അല്ലാഹു തആല എന്താ നമുക്ക് തരാമെന്ന് പറഞ്ഞേക്കുന്നത്? ഒരു സുന്നത്ത് എടുത്താൽ ഫർദിന്റെ കൂലി തരാം, ഒരു ഫർദ് ചെയ്താൽ 70 ഫർദിന്റെ കൂലി തരാം. നമ്മൾ ദിവസം 5 നേരം ഫർദ് നമസ്കരിക്കുന്നു, നമുക്ക് അല്ലാഹു തആല ആക്കി വെക്കുന്നത് എങ്ങനെയോ 350 നമസ്കാരത്തിന്റെ പ്രതിഫലമാണ് അല്ലാഹു തആല ഓരോ ദിവസവും വെച്ചുകൊണ്ടിരിക്കുന്നത്. 350 ഫർദിന്റെ കൂലി എത്രയാ ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ല. ഫർദിന്റെ കൂലി ആർക്കും അറിയാൻ പറ്റില്ല. സുന്നത്തിന്റെ കൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം 6 റക്അത്ത് അള്ളാഹുവെ നമസ്കരിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 12 വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലം അല്ലാഹു തആല കൊടുക്കും. നിസ്കരിച്ച എത്രയാ? 6 റക്അത്ത്. ചിലപ്പോ 6 മിനിറ്റ് കൊണ്ടായിരിക്കും നിസ്കരിക്കുന്നത്, ചിലപ്പോ 6 മിനിറ്റ് പോലും എടുക്കില്ല. 6 മിനിറ്റ് പോലും എടുക്കാതെയായിരിക്കും നമ്മൾ നമസ്കരിക്കുന്നത്. ഈ 6 റക്അത്തിന് അല്ലാഹു തആല വെച്ചിരിക്കുന്നത് 12 വർഷത്തെ ഇബാദത്തിന്റെ കൂലി. അപ്പൊ ദിവസവും ഇങ്ങനെ ആരെങ്കിലും 6 റക്അത്ത് വീതം നമസ്കരിച്ചാൽ ഒരു 10-50 വർഷം നമസ്കരിച്ച അവൻ ആഖിറത്തിൽ പോകുമ്പോൾ മഹ്ശറയിൽ അവന്റെ പ്രതിഫലം എത്ര നമസ്കാരത്തിന്റെ ആയിരിക്കും? ഇത് സാധാരണ നിലയിലുള്ള വലിയ നിർബന്ധമോ അല്ലെങ്കിൽ വലിയ കടുപ്പമോ ഒന്നുമില്ല. കൂടുതൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവമായ നിലയിൽ ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ച സുന്നത്തൊന്നുമല്ല, അങ്ങനത്തെ ഇബാദത്തുമല്ല, ഒരു നഫ്ലായ നമസ്കാരം, സുന്നത്ത് പോലുമല്ല. അതിന്റെ പ്രതിഫലമാണ് ഈ പറഞ്ഞത്. ദുഹാ നമസ്കരിക്കുന്നു, 2 റക്അത്ത് ദുഹാ നമസ്കരിക്കുന്നു. സ്ഥിരമായ നിലയിൽ ഒരാൾ 2 റക്അത്ത് ദുഹാ നമസ്കരിക്കുകയാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കടലിലെ സമുദ്രത്തിലെ പതയോളം ഉണ്ടെങ്കിലും അവന്റെ പാപങ്ങൾ അത് മുഴുവനും കൊടുക്കപ്പെടും. മൻ ഹാഫള അലാ ശഫഅത്തി ദുഹാ ഗുഫിറത് ദുനൂബുഹു വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ. സ്കരിച്ച എത്രയാ? ദുഹായുടെ സമയത്ത് 2 മിനിറ്റ് പോട്ടെ, കൂടിയ 5 മിനിറ്റ്. 5 മിനിറ്റ് സമയം 2 റക്അത്ത് നമ്മൾ നമസ്കരിച്ചു ദുഹായിൽ, അല്ലാഹു തആല എന്താ നമുക്ക് തരുന്നത്? സമുദ്രത്തിലെ നുരകളോളം പാപം ചെയ്തു കൂട്ടി. സമുദ്രത്തിലെ പത എത്രയാ? തിര വരുമ്പോ നോക്കിയാ കാണാം,
തിര വരുമ്പോ നമ്മൾ നോക്കിയാൽ കാണാം ഇങ്ങനെ പതഞ്ഞ് നനഞ്ഞു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് എവിടെയെങ്കിലും നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നമ്മളുടെ കാൽ കീഴിൽ വരുന്ന തിരയുടെ പതയാണ് നമ്മൾ കാണുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സമുദ്രത്തിലെ വരാണ്. അപ്പൊ സമുദ്രം, ലോകത്തുള്ള മുഴുവൻ കടലിലെയും മുഴുവൻ സമുദ്രത്തിലും തിരയടിച്ച് പതഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പതയോളം പാവങ്ങൾ നീ ചെയ്തു കൂട്ടിയാലും അല്ലാഹു തആല അത് മുഴുവൻ പുറത്തു അതെല്ലാം ഒഴിവാക്കും. ആഖിറത്തിന് വേണ്ടി നീ കൃഷി ചെയ്യാൻ, നീ അവിടുത്തെ സമ്പാദ്യം ഉദ്ദേശിക്കണമെങ്കിൽ ഞാനിങ്ങനെ കൂട്ടിത്തരാം. പിന്നെ അല്ലാഹു തആല ഓരോരുത്തർക്കും കൂട്ടിക്കൊടുക്കുന്നതിന് കണക്കൊന്നുമില്ല. അത് ആളുകൾ ചെയ്യുന്ന അമലുകളുടെ രീതി, ആളുകളുടെ മനസ്സിലുള്ള ഇഖ്ലാസ്, ഇതൊക്കെ നോക്കിയിട്ടാണ് അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്. വർദ്ധിപ്പിക്കുന്നതിന് പിന്നെ കണക്കൊന്നുമില്ല. ഈ നിലയിൽ തരാമെന്ന് പറഞ്ഞു. ഇല്ല നിനക്ക് ഇവിടുത്തത് മതിയോ, തരാം. ദുനിയാവിന്റെ സമ്പാദ്യമാണോ നിനക്ക് വേണ്ടത്, അതിനാണോ ചെയ്യുന്നത്? റമളാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നമുക്ക് ഇബാദത്തിന് വേണ്ടി തന്നിരിക്കുന്ന സമയമാണ്. നമ്മളിപ്പോ റമളാൻ എന്തിനു വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്? ദുനിയാവ് കൂടുതൽ കിട്ടാൻ വേണ്ടി, കൂടുതൽ സമ്പാദിക്കാൻ. കച്ചവടക്കാര് സാധനങ്ങൾ കൂടുതൽ ഇറക്കി വെച്ച് 2-3 സ്റ്റാഫിനെയും കൂടെ റമളാനിലേക്ക് കൂടുതലായിട്ട് സ്പെഷ്യലായിട്ട് സ്റ്റാഫിനെ വെച്ച് വലിയ കച്ചവടം നടത്തും. കാരണം റമളാൻ സീസണാണ് എല്ലാ കച്ചവടത്തിന്റെയും. ഇപ്പോ രാത്രിയൊക്കെ പോയി ടൗണുകളിലൊക്കെ പോയി നോക്കിയാൽ, എറണാകുളത്ത്, കൊച്ചിയിലോ തിരുവനന്തപുരത്തോ ഒക്കെ പോയി ടൗണുകളിൽ പോയി നോക്കിയാൽ ആളുകളെല്ലാം ഇങ്ങനെ ജൗളിക്കടയിലായിരിക്കും. ജൗളിക്കടക്കാർ കട അടയ്ക്കില്ല. 8 മണിക്ക് കടയടച്ച് പൂട്ടി പോകുന്ന ആളുകൾ ഇനി ഈ ഒരാഴ്ച അവരിങ്ങനെ കാത്തിരിക്കുക. രാത്രി 11 മണിയായാലും പോകില്ല, 12 മണിയായാലും പോകില്ല. സ്റ്റാഫിനെയും കൂടുതൽ വെച്ച് കാത്തിരിക്കുക. തോന്നുന്നു എന്താ, സീസണാണ്, കച്ചവടം കിട്ടും. അപ്പൊ ദുനിയാവിന്റെ കച്ചവടം കൂടുതൽ കിട്ടും. ആഹാര സാധനങ്ങൾ ഉണ്ടാക്കുന്നവർ റമളാനാകുമ്പോൾ എന്ത് ചെയ്യും? പലഹാരം ഉണ്ടാക്കുന്നവര് റമളാൻ അല്ലാത്ത മാസങ്ങളിൽ അവർക്ക് 10 മണിക്ക് അവരുടെ ജോലി തീരും. രാവിലെ ഉണ്ടാക്കി കടയിൽ കൊണ്ടുപോയി എല്ലാം കൊടുത്താൽ 10 മണിക്ക് ജോലി തീരും. റമളാനാകുമ്പോഴോ മഗ്‌രിബ് നിസ്കരിക്കാൻ പോലും സമയം കിട്ടില്ല. കാരണം മഗ്‌രിബിന്റെ സമയത്തായിരിക്കും ഇതായിട്ട് കൊണ്ടുപോയി ഏതെങ്കിലും പള്ളിയിലോ ഏതെങ്കിലും വീട്ടിലോ കൊണ്ട് എത്തിക്കേണ്ടത്. പ്രോളപ്പെട്ട് ഓടുക. മഗ്‌രിബ് നിസ്കരിക്കാനും സമയമില്ല, അവർക്ക് ഇശാ നിസ്കരിക്കാനും സമയമില്ല. സീസണാണ് എല്ലാവരുടെയും. അപ്പൊ അതുകൊണ്ട് ദുനിയാവിന്റെ സമ്പാദ്യമാണ് റമളാനിൽ വേണ്ടതെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അല്ലാഹു പറയുന്നു, തരാം, അതിന്ന് കുറച്ച് തരാം. റമളാൻ കഴിയുമ്പോൾ പെരുന്നാളിന് മൊത്തം കണക്കുകൂട്ടി നോക്കുമ്പോ ബാക്കി 11 മാസം കച്ചവടം ചെയ്യുന്നതിനേക്കാൾ ബാലൻസ് ആയിരിക്കും റമളാനിന്റെ കച്ചവടത്തിൽ കാണുന്നത്. 11 മാസം കച്ചവടം ചെയ്ത ഒരു കച്ചവടക്കാരൻ, ജൗളിക്കടക്കാരൻ റമളാൻ കഴിഞ്ഞിട്ട് പെരുന്നാളിന് കണക്കുകൂട്ടി നോക്കുമ്പോ നല്ല ബാലൻസ് കാണും. പക്ഷേ ആഖിറത്തിൽ നിനക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്നേക്കരുത്. അവിടെ ഇല്ല. ഒരു ചുക്കുമില്ല അവിടെ, നിനക്കൊന്നുമില്ല, ഒരു ഓഹരിയുമില്ല, ഒരു പങ്കുമില്ല. അവിടെ വന്നേക്കരുത് അങ്ങോട്ട്. ആഖിറത്തിൽ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് അല്ലാഹു തആല നമുക്ക് പറഞ്ഞു. ഓതി കേട്ട ആയത്തുകളാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ എത്രയോ കാര്യങ്ങളുണ്ട് ഇന്ന് നമ്മൾ ഓതി കേട്ടതാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി പഠിച്ചൊക്കെ നിന്നാ അതിനാണ് ഖുർആനിന്റെ ആസ്വാദനം, ഖുർആന്റെ സിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ബോധ്യപ്പെടും, ഓരോന്നിങ്ങനെ ബോധ്യപ്പെട്ടു വരും. ഇനി എത്രയോ കാര്യങ്ങൾ ഇങ്ങനെ തലവറങ്ങും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. നമ്മളോട് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് സംസാരിക്കുന്നത്, ഹാഫിദ് ഓതുന്നു, നമ്മൾ കേൾക്കുന്നു. ഹാഫിദ് ഓതുന്നത് നമ്മൾ കേൾക്കുന്നു അല്ല, ഹാഫിദ് ഓതുന്നത് അല്ലാഹുവിന്റെ വചനങ്ങളാണ്. അല്ലാഹ് നമ്മളോട് സംസാരിക്കുകയാണ്. നമ്മളത് കേട്ടോണ്ട് നിൽക്കുക. അല്ലാഹുവിന്റെ ആ സംവാദം, അല്ലാഹുവിന്റെ ഈ വിവരണങ്ങൾ നമ്മളത് കേട്ട് അനുഭവിക്കണം. നമ്മളോടാണ് അല്ലാഹു തആല പറയുന്നത്. അല്ലാഹു നമ്മളോടാ ചോദിക്കുന്നത്. وما كنتم تستترون أن يشهد عليكم سمعكم ولا أبصاركم ولا جلودكم ولكن ظننتم أن الله لا يعلم كثيرا مما تعملون ذلكم ظنكم الذي ظننتم بربكم أرداكم فأصبحتم من الخاسرين. അല്ലാഹു നമ്മളോട് നേരിട്ട് പറയാം, നീ ഇങ്ങനെയല്ലേ എന്നെ കുറിച്ച് വിചാരിച്ചതെന്ന് അല്ലാഹു ചോദിക്കുക. വീട്ടിലെ ജ്യേഷ്ഠനോ അല്ലെങ്കിൽ വാപ്പായോ ആരെങ്കിലും ഉണ്ട്, അവര് പറഞ്ഞ കാര്യമൊന്നും അനുസരിച്ചില്ല,
അനുസരിക്കാതെ വന്നപ്പം വീട്ടില് മോനെ പിടിച്ചു നിർത്തിയിട്ട് വാപ്പ, എടാ നീ ഞാൻ പറഞ്ഞ കാര്യം ചെയ്തില്ലല്ലോ, ഞാൻ അറിയില്ല എന്ന് വിചാരിച്ചല്ലേ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കില്ല എന്ന് വിചാരിച്ചല്ലേ നീ അങ്ങനെ ചെയ്തത്, നീ നിന്റെ വാപ്പായെ കുറിച്ച് ഇങ്ങനെയാണല്ലോ മനസ്സിലാക്കി വെച്ചത്, എന്നെ കുറിച്ച് നീ ഇങ്ങനെയല്ലേടാ ധരിച്ചത് എന്ന് ഒരു മകനോട് വാപ്പ ചോദിച്ച എന്തായിരിക്കും അവന്റെ അവസ്ഥ? അല്ലാഹു തആല നമ്മളോട് ചോദിക്കുന്നു, ദാലികും ദന്നുകും അല്ലദീ ദനൻതും ബിറബ്ബികും അർദാകും ഫഅസ്ബഹ്തും മിനൽ ഖാസിരീൻ. അല്ലാഹ് നമ്മളോട് നേരിട്ട് പറയുക, നേരിട്ട് ചോദിക്കുക, നമ്മൾ എന്ത് മറുപടി പറയും? നമ്മൾ എന്താ ആകേണ്ടത്? അലിഞ്ഞ ഐസായി അലിഞ്ഞു പോകേണ്ടതാണ് നമ്മൾ. ഒന്നും ഉണ്ടാകാൻ പാടില്ല നമ്മൾ. അതായിരിക്കണം നമ്മളുടെ അവസ്ഥ. അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഒന്നുമല്ലാതെ ആയിപ്പോകും. ഈ ചിന്ത വരുന്നത് കൊണ്ടാണ് മഹാന്മാരെല്ലാം നമ്മളെ പഠിപ്പിച്ചു തന്നത്. സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പറഞ്ഞു, പഠിച്ചവനെ നിന്നെ വേണ്ടതുപോലെ പുകഴ്ത്താൻ എനിക്ക് സാധിക്കുന്നില്ല. സുബ്ഹാനക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സി. മലക്കുകൾ അല്ലാഹുവിനോട് പറയുന്നു, ഇലാഹി മാ അബ്ദനാക ഹഖ ഇബാദതിക വമാ അറഫ്നാക ഹഖ മഅരിഫതിക. അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ പറയുന്നു, സമ്മതിക്കുന്നു. നമുക്ക് സമ്മതിക്കാൻ നേരമില്ല, നമ്മൾ സമ്മതിക്കുന്നില്ല. നമ്മൾ എപ്പോഴും നമ്മളെന്തോ വലുത് ചെയ്തു എന്ന് വിചാരിച്ച നമ്മളെയൊക്കെ ധാരണ. ഒരു ജുസ് ഖുർആൻ വന്ന് കേട്ട് തറാവീഹ് നമസ്കരിച്ച് 1 മണിക്കൂർ നിസ്കരിച്ചാൽ എന്തോ വലിയ ഭയങ്കരമായ കാര്യം അല്ലാഹു ചെയ്തു കൊടുത്തു എന്നാണ് നമ്മുടെയൊക്കെ വിചാരം. നമ്മളൊക്കെ എന്തോ വലുതായിട്ട് ചെയ്തു. അല്ലാഹു തആല ഈ നമ്മളോട് പറയുന്ന കാര്യം നമ്മൾ കേട്ട് മനസ്സിലാക്കണം. അല്ലാഹു നമ്മളോട് നേരിട്ട് ചോദിക്കുന്നത് നമുക്ക് അനുഭവപ്പെടണം. അപ്പോഴേ ഉള്ളൂ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നും അതിന്റെ വില എന്താണെന്നും നമ്മൾ ചിന്തിക്കുന്നത്. അല്ലാഹു തആല മനസ്സിലാക്കുന്ന ഭാഗ്യം തരട്ടെ. ഇതൊക്കെയാണ് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് കേൾക്കാൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ പ്രയോജനപ്പെടുന്ന തരത്തിൽ ഖുർആൻ കേൾക്കുന്നവരായി, അനുഭവിക്കുന്നവരായി, ആസ്വദിക്കുന്നവരായി അല്ലാഹു തആല നമ്മളെല്ലാവരെയും, മുഴുവൻ മുഅ്മിനീങ്ങളെയും മുസ്ലിമീങ്ങളെയും ആക്കി തീർമാനം. ആ വിഷയത്തിൽ നമുക്ക് വന്നിട്ടുള്ള വീഴ്ചകളെല്ലാം അല്ലാഹു തആല പുറത്തു തന്നവന്റെ കരുണ കൊണ്ട്